വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ തായ് സ്റ്റൈലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഈ സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ്, 2 ടീസ്പൂൺ ഫിഷ് സോസ് ആണ് തായ് കുക്കിംഗ് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും. ഒരു ഒരു ഫങ്കി മണമാണെങ്കിലും കുക്കിംഗ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസും കൂടെ ചേർക്കാം. കൂടാതെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, അതേപോലെ ഇത് പാം ഷുഗറാണ്. പാം ഷുഗറിന് പകരം നമുക്ക് പാം ഷുഗർ കയ്യിലില്ല എങ്കിൽ സാധാരണ പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. 1.5 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയും സോസും ആ ഷുഗറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ഷുഗർ ഒന്ന് ഡിസോൾവ് ആണ്. പാം ഷുഗറിന് പകരം റെഗുലർ ഷുഗറോ ഹണിയോ ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചുവന്ന മുളക്. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിൽ കിട്ടി. അടുത്തായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി അല്ലെങ്കിൽ വോക്ക് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഓയിൽ. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കാണും ചെറിയൊരു ക്വാണ്ടിറ്റി സവാള. ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് ക്രഷ് ചെയ്ത ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു മുളകേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ എരിവ് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂടുതലോ കുറയ്ക്കുകയോ ചെയ്യാം. അതേപോലെ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണം മാറി നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. 150 ഗ്രാം ചിക്കനാണ്. ഏകദേശം ഒരു 1/4 കപ്പ് ചിക്കൻ വരും. ചിക്കൻ ഇട്ട് ഏകദേശം 1-1.5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ചിക്കൻ വൈറ്റ് കളറാവും. ആ സമയം ചിക്കൻ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്കിവിടെ മുട്ട ഒഴിക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് റൈസ് ചേർക്കാം. ഇത് 2 കപ്പ് ജാസ്മിൻ റൈസ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ തായ് കുക്കിങ്ങിൽ നമ്മൾ ജാസ്മിൻ റൈസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ജാസ്മിൻ റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി ആണെങ്കിലും ഈ അളവിൽ ഉപയോഗിക്കാം. അതിനൊപ്പം തന്നെ ക്യാപ്സിക്കം, ഒരു 1/3 കപ്പ് ക്യാപ്സിക്കം ആണ്. അത് ഗ്രീനും റെഡും ക്യാപ്സിക്കം മിക്സ് ചെയ്ത് ചേർത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസ്, മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോസ്. റൈസ് ഇട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് അണിയൻസ് നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതാണ്. അതോടെ അതേക്ക് ഇടാം. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. 5 മിനിറ്റിൽ താഴെ സമയം മതി ഈ ഒരു റൈസ് പ്രിപ്പറേഷന്. ഒരു 2-3 പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഈ തായ് സ്റ്റൈലുള്ള ഈ ഫ്രൈഡ് റൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ പെട്ടെന്ന് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട്, സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ തായ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇത് ഒരു 1 പോട്ട് മീലായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാം നമ്മൾ ഒറ്റ പാത്രത്തിലാണ് എല്ലാം കുക്ക് ചെയ്തത്. അതിനകത്ത് പ്രോട്ടീനുണ്ട്, ഇറച്ചിയുണ്ട്, മുട്ടയുണ്ട്, റൈസ് എല്ലാം കൂടെയാണ്. ഇത് സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും നാരങ്ങയുടെ കൂടെ
ഇതേപോലെ ക്യൂക്കമ്പർ സ്ലൈസസും വെച്ച് സെർവ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.